അസ്സലാമലൈക്കും. ബൺ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാരെ ഡൗട്ട് ആയിരുന്നിട്ടാ ഇത് വീറ്റ് ഫ്ലോറിൽ ചെയ്യാൻ പറ്റുമോ, എഗ്ലെസ് ആയി ചെയ്യാൻ പറ്റുമോ, ഓവൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. നമ്മളെ ലൈഫിൽ ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉള്ള പോലെ തന്നെയാണ് ഈ ഒരു കുക്കിങ്ങിൻ്റെ കാര്യം. ഇതിലും ഒരുപാട് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പം മൊത്തത്തിൽ വീറ്റ് ഫ്ലോറിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ബൺ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ചെറിയ ചൂടുള്ള പാലിക്ക് ഒരു മുട്ട, ഒരിത്തിരി പഞ്ചസാര, ഉപ്പ്, ഈസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശായിട്ട് ഇതേപോലെ ആട്ടപ്പൊടി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് ഓയിലോ മെൽറ്റഡ് ബട്ടറോ ആഡ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ മിനി ബൺസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് എയർ ഫ്രയറിലോ അതല്ലെങ്കിൽ ഒന്ന് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് എഗ് വാഷ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സെസാമ സീഡ്സ് ഇട്ട് കൊടുത്തിട്ട് 13 മിനിറ്റ് 160 ഡിഗ്രിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എയർ ഫ്രയറും ഓവനും ഒന്നും ഇല്ലെങ്കിൽ ഒരു വലിയ കുള്ള പാത്രം എടുക്കുക. ഇതിനെക്കാട്ടിലും വലുപ്പം വേണം കേട്ടോ. എന്നിട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ ബേക്ക് ചെയ്യാനുള്ളത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിലേക്കുള്ള ക്രീം പ്രിപ്പയർ ചെയ്യാൻ ഒരിത്തിരി പഞ്ചസാര പൊടിച്ചെടുത്തതിന് ശേഷം ബട്ടറും ഒരിത്തിരി പാലും വാനില എസൻസും ആഡ് ചെയ്തിട്ട് നല്ല തിക്കിലങ്ങ് അടിച്ചെടുത്താൽ മതിട്ടാ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ബണ്ണിൻ്റെ ഉള്ളിൽ ഈ ഒരു ക്രീം സ്പ്രെഡ് ചെയ്യുക, കഴിക്കുക. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്?